നമസ്കാരം, KCV ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ AC ഷോബി. പ്രധാന വാർത്തകൾ. മങ്കൊമ്പിൽ സ്കൂൾ കെട്ടിടം തകർന്നു വീണു. വൻ അപകടം ഒഴിവായത് തലനാരിഴയ്ക്ക്. ആതുര സേവന രംഗത്ത് പുത്തൻ ഉണർവേകി ആലപ്പുഴ ദന്തൽ കോളേജ് ഉദ്ഘാടനം മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി നിർവഹിച്ചു. സ്വന്തം റോഡിന് ജന്മനാടിന്റെ ആദരാഞ്ജലി. കണ്ണാടി SNDP റോഡിന് നാട്ടുകാരുടെ വക വിലാപയാത്ര. ചങ്ങനാശ്ശേരി റവന്യൂ ടവർ കോമ്പൗണ്ടിൽ വാഹനങ്ങൾക്ക് പാർക്കിംഗ് ഫീസ് ഏർപ്പെടുത്തിയ ഹൌസിംഗ് ബോർഡ് തീരുമാനത്തിൽ വ്യാപക പ്രതിഷേധം. വാർത്തകൾ വിശദമായി. മരണത്തെ മുഖാമുഖം കണ്ട് തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ട നടുക്കത്തിലാണ് മങ്കൊമ്പ് ഔട്ടം തിരുനാൾ സ്കൂളിലെ 33 കുട്ടികളും അധ്യാപകരും സ്റ്റാഫും. അവധിയായിരുന്നെങ്കിലും SSLC സ്പെഷ്യൽ ക്ലാസ്സിനെത്തിയതായിരുന്നു കുട്ടികളും അധ്യാപകരും. സ്റ്റാഫ് റൂമിൽ ഇരിക്കുമ്പോൾ ഭിത്തിയിലെ ടൈലുകളും മറ്റും അടർന്നു വീഴുന്നത് കണ്ട് അവസരോചിതമായി ഇടപെട്ട പ്രധാന അധ്യാപിക കുട്ടികളെയും അധ്യാപകരെയും ക്ലാസ് മുറിയിൽ നിന്ന് ഇറക്കുകയായിരുന്നു. UP ഹൈസ്കൂൾ വിഭാഗത്തിലായി 119 കുട്ടികളും ഹയർ സെക്കൻഡറിയിൽ 110 കുട്ടികളുമാണ് ഇവിടെ പഠിക്കുന്നത്. ഇന്ന് രാവിലെ ഞാൻ വന്ന് ഒരു 10:15 ഫ്ലോർ ടൈലുകളെല്ലാം താഴോട്ട് ഇടിഞ്ഞിടിഞ്ഞ് വീഴാൻ തുടങ്ങി. ഈ ശബ്ദം കേട്ടുകൊണ്ട് 10ാം ക്ലാസ്സുകാർക്ക് സ്പെഷ്യൽ ക്ലാസ് ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സാറും ഉണ്ടായിരുന്നു, ഞാനും ഉണ്ടായിരുന്നു, പിന്നെ ഓഫീസ് സ്റ്റാഫും ഉണ്ടായിരുന്നു. ഈ ശബ്ദം കേട്ട് കഴിഞ്ഞ ഉടനെ ഞങ്ങൾ കുട്ടികളെല്ലാം അവിടുന്ന് മാറ്റി ഞങ്ങളും അവിടുന്ന് മാറി ഇപ്പുറത്തെ ഹയർ സെക്കൻഡറിയുടെ കെട്ടിടത്തിൽ വന്നിരുന്നു. ഒരു 20 മിനിറ്റ് കഴിഞ്ഞപ്പം വലിയ ശബ്ദത്തോടു കൂടി 2 മുറിയും താഴോട്ട് ഇടിഞ്ഞ് വീഴുകയായിരുന്നു. ഇതിന് പില്ലർ കോൺക്രീറ്റ് പില്ലറല്ല, അതുപോലെ തന്നെ വളരെ ഭാരമുള്ള വെട്ടുകല്ല് കൊണ്ടാണ് പണിതേക്കുന്നത്. അതുകൊണ്ട് ഭാരം താങ്ങാൻ വയ്യാത്തതുകൊണ്ട് വീണതാണ്. അവധി ദിനമായതിനാലാണ് വലിയൊരു ദുരന്തത്തിൽ നിന്നും കുട്ടികൾ രക്ഷപ്പെട്ടത്. മറിച്ചായിരുന്നെങ്കിൽ എന്നേക്കും മറക്കാനാവാത്ത ഒരു ദുരന്തത്തിന്റെ സാക്ഷ്യപ്പെടുത്തലായി ഈ ദിനം മാറിയേനെ. 39 ലക്ഷം രൂപ മുതൽ മുടക്കി 2012 ജില്ലാ പഞ്ചായത്ത് നിർമ്മിച്ച കെട്ടിടമാണിത്. 2 നിലകളിലായി 6 മുതൽ 10 വരെയുള്ള ക്ലാസുകളും സ്റ്റാഫ് റൂമുമാണ് ഈ കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്നത്. അഴിമതിയുടെ നേർസാക്ഷ്യമാണ് ഈ കെട്ടിടത്തിന്റെ നിർമ്മാണ രീതി. 2 നിലകളിലുള്ള കെട്ടിടത്തിന് ബലമേകാൻ പാകത്തിനുള്ള ഒരു പില്ലർ പോലും നിർമ്മിച്ചിട്ടില്ല. ഇഷ്ടികയിൽ കെട്ടിപ്പൊക്കിയ തൂണുകളിൽ ഭാരമേറിയ വെട്ടുകല്ലുകൾ ഉപയോഗിച്ചാണ് ഭിത്തികൾ പണിതിരിക്കുന്നത്. ഇതും ബലക്ഷയത്തിന് കാരണമായി. കോൺക്രീറ്റ് മേൽക്കൂരയിൽ പോലും വെട്ടുകല്ലുകൾ തിരികെ വെച്ച നിലയിലാണ്. തികച്ചും അശാസ്ത്രീയമായ നിർമ്മാണ രീതി പിന്തുടർന്നതുമൂലം ഉദ്ഘാടനം കഴിഞ്ഞ് ദിവസങ്ങൾക്കകം തന്നെ ഇപ്പോൾ പൊളിഞ്ഞു വീണ ഭാഗത്ത് വിള്ളലുകൾ പ്രത്യക്ഷപ്പെട്ടിരുന്നു. പിഞ്ചു കുട്ടികളുടെ ജീവൻ വെച്ച് പന്താടുകയാണ് കോൺട്രാക്ടർ. ഇതിന് ഒത്താശ ചെയ്ത അധികാരികളും PTA ഭാരവാഹികളും ഇതിന് ഉത്തരവാദികളാണ്. ഏറെക്കാലമായി ഈ സ്കൂളിലെ എല്ലാ വർക്കുകളും ഏറ്റെടുത്ത് നടത്തുന്നത് ഒരേ കോൺട്രാക്ടറാണെന്നുള്ളത് അഴിമതിയിൽ അധികാരികളുടെ ഒത്താശ വ്യക്തമാക്കുന്നു. പൊളിച്ചു നീക്കിയ പഴയ കെട്ടിടത്തിന്റെ അടിത്തറയിൽ നിന്ന് ലഭിച്ച മണ്ണ് പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണത്തിന് ഉപയോഗിക്കാതെ കടത്തിക്കൊണ്ടുപോകുകയും നിലവാരം കുറഞ്ഞ എംസാൻഡ് ഉപയോഗിച്ചാണ് കെട്ടിടം പണി നടത്തിയതെന്നും നാട്ടുകാർ ആരോപിച്ചു. ഇതിനെ തുടർന്നുണ്ടായ വിജിലൻസ് കേസ് പോലും അട്ടിമറിച്ചാണ് സ്കൂളിലെ മറ്റു വർക്കുകൾ നേടിയതെടുത്തതെന്നും ഇതിനെ ചോദ്യം ചെയ്തപ്പോൾ ആക്ഷേപിക്കുകയും ഭീഷണിപ്പെടുത്തുകയുമാണ് കോൺട്രാക്ടറും സഹായികളും ചെയ്തതെന്നും നാട്ടുകാർ ആരോപിച്ചു. സ്കൂളിന്റെ ഭാഗം എൻ്റെ മാടക്കട ആദ്യം ഒരു ശബ്ദം കേട്ടു. എൻ്റെ ഭാര്യ കടയിൽ നിന്ന് പാത്രം കഴിഞ്ഞു. ഞാൻ അവളെ കൂടെ വിളിച്ച് ഓടി ആദ്യം ഇവിടെ വന്നപ്പോഴത്തേക്ക് സാറ് പറഞ്ഞു, മോൻ അങ്ങോട്ട് അടുക്കരുത്. അവിടെ നിന്ന് കൈ കാണിച്ചങ്ങോട്ട്. അത് കഴിഞ്ഞ് 2ാമത്തെ സ്റ്റെപ്പോടെ ഇടിഞ്ഞ് വീഴുകയാണ്. ഈ രംഗം മാത്രമേ. അത് കഴിഞ്ഞപ്പോഴത്തെ ആൾക്കാരെല്ലാം ഓടിക്കൂടി ഇവിടെ. ഈ കെട്ടുന്നപ്പോൾ ഞങ്ങൾക്ക് നേരത്തെ അഭിപ്രായ വ്യത്യാസമുണ്ട്. നാട്ടുകാർക്ക് മൊത്തം അഭിപ്രായ വ്യത്യാസം എതിർത്തപ്പം ഈ സ്കൂളിൽ പണിയും എതിർത്തപ്പം ഇവിടെ കുറെ RSകാരുണ്ട്. അവന്മാർക്ക് ഒരു പണിയില്ലാന്ന് ഇവർ പറഞ്ഞു. ഇവിടെ ഞങ്ങളെ എതിർത്ത്. ഞങ്ങൾ ഇവിടെ സ്കൂളിൽ കളിക്കുന്നവരാണ്. ഈ സ്കൂളിൽ ഞാൻ പഠിച്ചവനാണ്. എൻ്റെ കുഞ്ഞുങ്ങൾ പഠിക്കുന്നവരാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ പണി കഴിയുമ്പോൾ തീർച്ചയായിട്ടും ഇത് കോളം വാർത്ത് വേണ്ട കെട്ടാൻ. കോളം വാർത്ത് കെട്ടാതെ ഇഷ്ടിയെ കൊണ്ട് കെട്ടിയിട്ട് മേളിൽ ചെങ്കൽ കയറ്റി കെട്ടി വെച്ചിരിക്കുകയാണ്. എതിർക്കുമ്പോൾ ഇവിടെ ഞങ്ങളിവിടെ നാട്ടിൽ എന്നെ എതിർത്താലും പറയും അവിടെ കുറെ BJP-കാരല്ല RSകാരുണ്ട് എന്ന് പറയാണ് ഇവിടുത്തെ സ്ഥിരം പതിവ്. ഇതിനകത്ത് നിർമ്മാണത്തിൽ വല്ല അഴിമതി തീർച്ചയായിട്ടും ഉണ്ട്. ഇവിടുത്തെ മണ്ണെടുത്ത് പണിതിട്ട് ഇവിടുത്തെ മണ്ണെന്ന് പറയുന്ന സാധനം ഇതിനകത്ത് ചേർത്തിട്ടില്ല.
ഈ മണ്ണ് ഇവിടെ രാത്രി കയറി പോവുക ചെയ്തുകൊണ്ടിരുന്നത്. ഇവിടുത്തെ ഇത് മെറ്റൽ പൊടിയാണ് ഇതിൻ്റെ ചേർത്തിരിക്കുന്നത്, എംസാ എന്ന് പറഞ്ഞ സാധനം. പറയുന്നത് തീർച്ചയായിട്ടും ഇതിൻ്റെ കല്ലുകൾ കണ്ടാൽ അറിയാം. അതുപോലെ തന്നെ ഈ കിടക്കുന്ന മണ്ണ്, ഈ കിടക്കുന്ന ചരല്, വിജിലൻസിന്റെ അന്വേഷണത്തിൽ കിടക്കുന്ന ചരലുകളാണ്. ഈ ചരലെടുത്ത് അടുത്ത പുതിയ ഈ നിർബന്ധിക്ക് ഈ അടുത്ത നിർബന്ധിക്ക് കൊടുത്തിരിക്കുന്ന ബിൽഡിംഗ് പണിത് നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങപ്പുറത്ത്. ആ ബിൽഡിംഗ് ഈ മണ്ണ് ഉപയോഗിച്ചാണ് പണിയാൻ പോകുന്നത്. 2012 നിർമ്മാണം പൂർത്തീകരിച്ച സ്കൂൾ കെട്ടിടം കേവലം 2 വർഷം തികയുമ്പോൾ എങ്ങനെ തകർന്നു വീണു? ഇതിന് ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ: അഴിമതി. മനുഷ്യജീവന് പുല്ലുവില കൽപ്പിച്ച് കേവലം ലാഭത്തിന് പിറകെ കുതിക്കുന്ന കരാറുകാരും ഉദ്യോഗസ്ഥരും ഉള്ളിടത്തോളം കാലം ഇത്തരം സംഭവങ്ങൾ തുടർക്കഥയായേക്കാം. ക്യാമറമാൻ മർഡോണ വർഗീസിനൊപ്പം സാനു, KCV ന്യൂസ്. മെച്ചപ്പെട്ട ചികിത്സ എല്ലാ കുടുംബങ്ങൾക്കും ലഭ്യമാക്കുക എന്നതാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ആലപ്പുഴ ദന്തൽ കോളേജ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പിന്നോക്ക വിഭാഗങ്ങളുടെ ആരോഗ്യക്ഷേമത്തിനായി കൂടുതൽ കാര്യങ്ങൾ ചെയ്യുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഏതെല്ലാം വിധത്തിൽ ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള പരിപാടികൾ കൊണ്ടുവരാമോ അതൊക്കെ ഒന്നിന് പുറകെ ഒന്നായി കൊണ്ടുവന്നുകൊണ്ടിരിക്കുക. ആ നടപടിക്രമത്തിലെ ഏറ്റവും അവസാനത്തെ പരിപാടിയാണ് ഇന്നലെ പ്രഖ്യാപിച്ച കാൻസർ രോഗികൾക്കുള്ള സൗജന്യമായിട്ടുള്ള ചികിത്സ. ഒക്ടോബർ 2-ാം തീയതിക്ക് മുമ്പ് ആരംഭിക്കത്തക്ക വിധത്തിൽ അതിൻ്റെ പ്രവർത്തന പരിപാടികൾക്കെല്ലാം രൂപം കൊടുക്കുകയാണ്. നമ്മുടെ ലക്ഷ്യം, അന്തിമമായ ലക്ഷ്യം, കേരളത്തിൽ ലഭ്യമാകുന്ന ഏറ്റവും മെച്ചപ്പെട്ട ചികിത്സ എല്ലാ കുടുംബങ്ങൾക്കും ലഭിക്കുക എന്നുള്ളതാണ്. അക്രഡിറ്റേഷനുള്ള ലാബുകളിൽ പരിശോധിച്ച മരുന്നുകൾ മാത്രമേ മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ സ്വീകരിക്കുകയുള്ളൂവെന്ന് ആരോഗ്യമന്ത്രി VS ശിവകുമാർ പറഞ്ഞു. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ദന്തൽ കോളേജിന്റെ പുതിയ കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം നടത്തി. KC വേണുഗോപാൽ MP നഴ്സിംഗ് കോളേജിന്റെ താക്കോൽദാനം നിർവഹിച്ചു. G സുധാകരൻ MLA മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് പ്രതിഭാഹരി, കളക്ടർ N പത്മകുമാർ, ഡോക്ടർ V ഗീത, ഡോക്ടർ ജ്യോതീന്ദ്രകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ഒരു നല്ല റോഡിനു വേണ്ടി നാട്ടുകാർക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും? അധികാരികളുടെ വാഗ്ദാനങ്ങൾ വാക്കുകളിൽ മാത്രം ഒതുങ്ങുമ്പോൾ വ്യത്യസ്തമായ സമരരീതികളിലൂടെ റോഡെന്ന സ്വപ്നം സാക്ഷാത്കരിക്കുവാൻ ശ്രമിക്കുകയാണ് കണ്ണാടി നിവാസികൾ. പുളിങ്കുന്ന് പഞ്ചായത്ത് 5-ാം വാർഡിലെ SNDP മുതൽ തറയിൽ വരെയുള്ള റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ജനകീയ സമരസമിതിയുടെ നേതൃത്വത്തിലാണ് ഈ വ്യത്യസ്ത സമരം. റോഡിലൂടെ വിലാപയാത്ര നടത്തിയാണ് പ്രതിഷേധം രേഖപ്പെടുത്തിയത്. വിലാപയാത്രയ്ക്ക് BJP കുട്ടനാട് മണ്ഡലം പ്രസിഡന്റ് MR സജീവ്, PJ ജെയിംസ്, ഷാജി കളത്തിൽപ്പറമ്പ്, തങ്കച്ചൻ കൊച്ചുതറ തുടങ്ങിയവർ നേതൃത്വം നൽകി. നമ്മുടെ മാറി മാറി വന്നിട്ടുള്ള ജനപ്രതിനിധികളുടെ ഇടയിൽ നിന്നും ഈ റോഡിന് വേണ്ടി ഉണ്ടായിട്ടില്ല. വാർഡ് മെമ്പർ മുതൽ പാർലമെന്റ് മന്ത്രി, നമ്മുടെ കേന്ദ്രമന്ത്രി വരെ ഉള്ളവർക്ക് നിരവധി നിവേദനങ്ങൾ നൽകിയിട്ടും ഈ റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കുന്നതിൽ ഒരു തരത്തിലുള്ള മെമ്പർമാരും യാതൊരുവിധ നടപടിയും സ്വീകരിക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് നമ്മുടെ ഈ പ്രദേശത്ത് ഒരു സമരസമിതി രൂപീകരിക്കുകയും ആ സമരസമിതിയുടെ നേതൃത്വത്തിൽ പ്രതീകാത്മകമായി ഈ മരിച്ചു വീണ റോഡിനു വേണ്ടി അതിന്റെ പ്രതീകാത്മകമായ രൂപം ഏന്തിക്കൊണ്ടുള്ള വിലാപയാത്ര ഇന്ന് സംഘടിപ്പിച്ചിട്ടുള്ളത്. ചങ്ങനാശ്ശേരി റവന്യൂ ടവർ കോമ്പൗണ്ടിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിന് ഫീസ് ഏർപ്പെടുത്താൻ തീരുമാനിച്ച ഹൌസിംഗ് ബോർഡിന്റെ തീരുമാനത്തിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു.
കേരള സ്റ്റേറ്റ് ഹൌസിംഗ് ബോർഡിന്റെ ഉടമസ്ഥതയിലുള്ള റവന്യൂ ടവറിൽ താലൂക്ക് ഓഫീസ്, സബ് രജിസ്ട്രാർ ഓഫീസ്, ട്രഷറി, ആർടി ഓഫീസ്, റീസർവേ തുടങ്ങി നിരവധി സർക്കാർ ഓഫീസുകളും വ്യാപാര സ്ഥാപനങ്ങളും വക്കീൽ ഓഫീസുകളുമാണ് പ്രവർത്തിക്കുന്നത്. ഇവിടേക്ക് ദിവസവും 100 കണക്കിന് പൊതുജനങ്ങളും നിരവധി വാഹനങ്ങളുമാണ് എത്തുന്നത്. ഇങ്ങനെ കോമ്പൌണ്ടിൽ പ്രവേശിക്കുന്ന വാഹനങ്ങളിൽ നിന്ന് പാർക്കിംഗ് ഫീസ് ഏർപ്പെടുത്താനാണ് ഇപ്പോൾ ഹൌസിംഗ് ബോർഡ് തീരുമാനിച്ചിരിക്കുന്നത്. എന്നാൽ യാതൊരുവിധ അടിസ്ഥാന സൌകര്യങ്ങളും ഇല്ലാത്ത ഇവിടെ പാർക്കിംഗ് ഫീസ് ഏർപ്പെടുത്തുന്നതിൽ വ്യാപകമായ പ്രതിഷേധമാണ് ഉയരുന്നത്. ഒരു മഴ പെയ്താൽ വെള്ളക്കെട്ട് മൂലം ചെളിക്കുണ്ടായി മാറുന്ന കോമ്പൌണ്ടും മാലിന്യ കൂമ്പാരവും തെരുവുനായ്ക്കളുടെ ശല്യവുമുള്ള ഇവിടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ പോലും യാതൊരുവിധ സൗകര്യങ്ങളുമില്ല. ഇവിടെയുള്ള വ്യാപാര സ്ഥാപനങ്ങളിൽ വരുന്ന കസ്റ്റമേഴ്സിന് ഇത് തികച്ചും ബുദ്ധിമുട്ടാണ്. അത് പ്രായോഗികമല്ല. 10 രൂപ മുടക്കി സാധനം വാങ്ങിക്കാൻ വരുന്നവൻ 15 രൂപ മുടക്കി പാർക്കിംഗ് ഫീസ് കൊടുക്കാന്ന് പറഞ്ഞാൽ അവിടുത്തെ ഔചിത്യം മനസ്സിലാകുന്നില്ല. പിന്നെ നിങ്ങൾക്ക് ഇങ്ങോട്ട് നോക്കിയാൽ മനസ്സിലാകും, ഇവിടെ ചുറ്റും വെള്ളക്കെട്ട്. നമ്മൾ കൊണ്ട് കാറിട്ടിട്ട് 15 രൂപ കൊടുക്കുകയും ചെള്ളയിലേക്ക് ഇറങ്ങുകയും വേണമെന്ന് പറയുന്നതിന്റെ ഔചിത്യം നമുക്ക് മനസ്സിലാകുന്നില്ല. ഇതിന്റെ അകത്ത് നിറയെ പിടിച്ചെടുത്ത വാഹനങ്ങളും സർക്കാർ വാഹനങ്ങൾ ഇവിടെ കിടക്കുന്നു. ഇതിനെതിരെ പ്രതികരിക്കാൻ ആർക്കും സമയമില്ല. കാശ് വാങ്ങിക്കാൻ മാത്രമുള്ള സമയം. ഇത് തികച്ചും അനൗചിത്യപരമായ ഒരു തീരുമാനമാണ്. തെറ്റാണ്. ഇത് പ്രായോഗികമായിട്ട് ഫലവത്താകത്തില്ല. ഇവിടെ ആരെങ്കിലും പുറത്തുനിന്നുള്ള ഒരു വണ്ടി കൊണ്ടിട്ട് പോകുന്നു എന്നുള്ള ഒരു പരാതിയും പുറത്താണ് ഇങ്ങനെ വെക്കുന്നുണ്ടെങ്കിൽ അതിനുവേണ്ടിയുള്ള നടപടികൾ എടുക്കുകയാണ് വേണ്ടത്. സാധാരണക്കാർ വരുന്ന താലൂക്ക് ഓഫീസ്, സബ് രജിസ്ട്രാർ ഓഫീസ്, ട്രഷറി തുടങ്ങിയ സ്ഥാപനങ്ങൾ വരുന്നവരും എല്ലാം 5-15 കൊടുത്തിട്ട് കയറുക എന്ന് പറഞ്ഞാൽ സർക്കാർ സേവനങ്ങൾക്ക് ഫീസ് വെക്കുന്ന പോലെ. കൂടാതെ ടവറിലെ ബാത്റൂമിൽ കയറണമെങ്കിലോ ഈ വഴി നടക്കണമെങ്കിലോ പോലും മൂക്കുപൊത്തണം. ഇങ്ങനെ റവന്യൂ ടവറിൽ എത്തുന്ന പൊതുജനങ്ങൾക്ക് യാതൊരുവിധ അടിസ്ഥാന സൌകര്യങ്ങളും ഏർപ്പെടുത്താതെ കോമ്പൌണ്ടിൽ പ്രവേശിക്കുന്ന വാഹനങ്ങളിൽ നിന്ന് പാർക്കിംഗ് ഫീസ് ചുമത്താനുള്ള നടപടി തികച്ചും പണലാഭം മുൻനിർത്തി മാത്രമാണെന്നതാണ് സത്യം. KCV ന്യൂസ്, ചങ്ങനാശ്ശേരി. അടച്ചിട്ട ബാറുകൾ തുറക്കുവാനുള്ള ആർജവം മുഖ്യമന്ത്രി കാട്ടണമെന്ന് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. ആലപ്പുഴയിൽ SNDS യോഗത്തിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രശസ്തിക്ക് വേണ്ടിയാണ് KPCC പ്രസിഡന്റ് ഈ നാടകം കളിക്കുന്നത്. +2 വിഷയത്തിൽ SNDSന്റെ ആവശ്യം സർക്കാർ നിറവേറ്റി. ഇതിനാലാണ് സർക്കാരിന് പൂർണ്ണ പിന്തുണ നൽകുന്നതെന്നും SNDS മുൻ ഭാരവാഹി തനിക്കെതിരെ ഉന്നയിച്ച ആരോപണം അടിസ്ഥാനരഹിതമാണെന്നും അദ്ദേഹം പറഞ്ഞു. അദ്ദേഹത്തിനൊരു നിലപാട് അതിൽ ശക്തമായിട്ട് എടുത്തുവെങ്കിൽ നമുക്ക് എന്ത് പറയാനൊക്കെ? ആർക്കും ഏത് നിലപാടെടുക്കാം. എനിക്കൊരു നിലപാടെടുക്കാം, സുധീർ നിലപാടെടുക്കാം, മുഖ്യമന്ത്രിക്ക് എടുക്കാം. പക്ഷേ ഇപ്പം ഞാനെടുക്കുന്ന നിലപാട് പോലല്ല. ഈ ഭരണത്തിലിരിക്കുന്നവർക്ക് ഈ കാര്യത്തിൽ ഒരു കൂട്ടായ്മ ഇല്ല എന്ന് പറയുമ്പോൾ അത് അങ്ങേയറ്റം ഖേദകരം. ഒരു ഇഷ്യൂ വന്നിട്ട് അലയ്ക്കാൻ തുടങ്ങിയിട്ട് മാസങ്ങളായി. ആ മാസങ്ങളായ ആ ഇഷ്യൂ അതൊരു ഭരണത്തിൽ ഇരിക്കുന്നവർക്ക് ആ ഇഷ്യൂയെ പറ്റി ഒരു തീരുമാനം എടുക്കാൻ ഒന്നെങ്കിൽ നടക്കലെന്ന് പറ. ഈ കോടതിയുടെ മുമ്പിട്ട് എന്തിനാ അലക്കണത്? അവരത് ഒരു തീരുമാനം എടുക്കാനുള്ള ആർജവം മുഖ്യമന്ത്രി കാണിക്കണം. മുഖ്യമന്ത്രി പറഞ്ഞല്ലോ, പുറത്ത് നിൽക്കുന്നവർക്ക് എന്തും പറയാം, ഭരിക്കുന്നവർക്ക് ചില പരിമിതികളുണ്ട്, അത് നോക്കേണ്ടി വരും, ചെയ്യേണ്ടി വരും. എന്നാൽ അദ്ദേഹം അങ്ങോട്ട് ചെയ്യും. അതല്ലേ വേണ്ടത്. അടുത്ത വർഷത്തിനകം AC റോഡിലെ വെള്ളപ്പൊക്കവും ഗതാഗത തടസ്സവും ഇല്ലാതാക്കുവാൻ AC കനാൽ തുറക്കുകയും ഒന്നാങ്കര പാലം മുതൽ മങ്കൊമ്പ് വരെയുള്ള റോഡ് ആവശ്യമായി ഉയർത്തി നിർമ്മിക്കണമെന്നും കുട്ടനാട് വികസന സമിതി ഡയറക്ടർ ഫാദർ തോമസ് പീലിയാനിക്കൽ പറഞ്ഞു. കുട്ടനാട്ടിലെ ജനങ്ങളുടെയും കർഷകരുടെയും ദുരിതവും കൃഷിനാശവും എന്നേക്കുമായി അവസാനിപ്പിക്കാനായി കേന്ദ്ര സർക്കാർ അനുവദിച്ച കുട്ടനാട് പാക്കേജിലെ പ്രധാന പദ്ധതിയായിരുന്നു AC കനാൽ തുറക്കുക എന്നത്. പദ്ധതി ആരംഭിച്ച് കഴിഞ്ഞയുടൻ പുറത്തുവന്നത് ഞെട്ടിക്കുന്ന അഴിമതി കഥകളാണ്. AC കനാൽ തുറക്കാത്ത നിമിത്തമാണ് AC റോഡിലെ മങ്കൊമ്പ് ജംഗ്ഷൻ സമീപം എല്ലാ വർഷവും വെള്ളക്കെട്ടുണ്ടാകുവാൻ കാരണമെന്നും അദ്ദേഹം പറഞ്ഞു. വെള്ളപ്പൊക്ക നിയന്ത്രണം കൃഷിയുമായി വളരെ ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. കാരണം പാടശേഖരങ്ങളുടെ പുറംബണ്ടുകൾ ബലവത്താക്കുകയും അതോടൊപ്പം വെള്ളപ്പൊക്കം നിയന്ത്രിക്കുകയും ചെയ്തെങ്കിലേ കുട്ടനാടൻ മേഖലയിൽ 2 കൃഷി സുഗമമായിട്ട് നടത്താൻ കർഷകർക്ക് ഭയമില്ലാതെ കൃഷി ഇറക്കാനും സാധിക്കൂ. ഈ ലക്ഷ്യം മുന്നിൽ വെച്ചുകൊണ്ടാണ് സ്വാമിനാഥൻ കമ്മീഷൻ കുട്ടനാട് പാക്കേജ് തയ്യാറാക്കിയപ്പോൾ AC കനാലിന് പ്രാധാന്യം കൊടുത്തത്. AC കനാൽ പൂർണ്ണമല്ല, മങ്കൊമ്പ് വരെ തുറന്നിട്ടുള്ളൂ, ഒന്നാങ്കര വരെ തുറന്നിട്ടുള്ളൂ. വർഷങ്ങളായിട്ട് 50 വർഷത്തോളമായി നമ്മൾ ആവശ്യപ്പെടുന്നതാണ്. അത് നെടുമുടിയിലും പിന്നെ പള്ളാത്തുരുത്തിയിലും വരെ തുറന്ന് ഈ ഒഴുക്ക് സുഗമമാക്കി ഇതിന് തെക്കുവശത്തുള്ള പാടശേഖരങ്ങളിലെ അപകടാവസ്ഥ മാറ്റുകയും ചെയ്യണമെന്ന് പറഞ്ഞത്. പക്ഷേ ഇന്നിപ്പോൾ 6 വർഷം കഴിയുമ്പോഴും, കുട്ടനാട് പാക്കേജിന് അനുമതി കഴിഞ്ഞിട്ട് 6 വർഷം കഴിയുമ്പോഴും ഇപ്പോൾ AC കനാൽ എന്ത് ചെയ്യണമെന്നുള്ളതിന് വ്യക്തതയില്ല. പറയുമ്പോൾ ഇയാളെ മുഖ്യമന്ത്രി വന്നപ്പോഴും ഒക്കെ പറഞ്ഞത് AC കനാൽ ഉടനെ തുറക്കും. ഇത് നമ്മൾ കേട്ടുമടുത്ത കാര്യമാണ്. പക്ഷേ ഈ 6 കൊല്ലമായിട്ട് ആകെ ഇപ്പോൾ ചെയ്യുന്നത് കുറച്ച് പ്രോജക്റ്റ് തയ്യാറാക്കി ചങ്ങനാശ്ശേരിയിൽ നിന്ന് മനക്കച്ചിറയിൽ നിന്ന് ഇവിടെ ഒന്നാങ്കര വരെയുള്ള ഭാഗത്ത് തുറന്നു കിടക്കുന്നിടത്ത് ചെളി വാരുക. ഈ ചെളി വാരുന്നതിനകത്ത് പൂർണ്ണമായ അഴിമതി ഞങ്ങൾ ആരോപിക്കുകയാണ്. കാരണം ഈ AC റോഡ് ഇരിക്കുകയാണ്, താന്നു പോവുകയാണ്. ഇപ്പോൾ വീണ്ടും താഴാനുള്ള ഒരു അപകട സൂചനയാണ് ഈ ചെളി വാരുന്നത്.
കുട്ടനാട് താലൂക്ക് കർഷക തൊഴിലാളി യൂണിയൻ വാർഷിക സമ്മേളനത്തിന് മുന്നോടിയായി സ്വാഗത സംഘം രൂപീകരണ യോഗം നടന്നു. CPI എടത്വ മണ്ഡലം കമ്മിറ്റി ഓഫീസിൽ K. മാത്തുക്കുട്ടിയുടെ അധ്യക്ഷതയിലാണ് യോഗം നടന്നത്. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. KCV വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മനോഹരമായൊരു വീട് നമ്മളുടെ എല്ലാം സ്വപ്നമാണ്. നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങളെ മനോഹരമാക്കാൻ ഇതാ സിമ്പിൾ ഷാലിമാർ സൂപ്പർ ബ്രാൻഡ് ടൈലുകളുടെയും ഗ്രാനൈറ്റിന്റെയും വിസ്മയ ലോകം. വിപുലമായ സ്റ്റോക്ക്, ഫാസ്റ്റ് സർവീസ്, 100% ഗുണമേന്മ ഇവയൊക്കെ നിലനിർത്തുന്നതുകൊണ്ട് ഞാൻ പറയുന്നു ഷാലിമാർ. ഷാലിമാർ മാർബിൾസ് ആൻഡ് ഗ്രാനൈറ്റ്, സ്വപ്ന ഭവനത്തിന് ഇവിടെ പൂർണ്ണത. ഷാലിമാർ മാർബിൾസ് ആൻഡ് ഗ്രാനൈറ്റ്, മണിക്കച്ചിറ, AC റോഡ്, ചങ്ങനാശ്ശേരി. സ്വപ്ന ജ്വല്ലറി ചങ്ങനാശ്ശേരി, സംശുദ്ധിയുടെ അരനൂറ്റാണ്ട് കാലത്തെ പാരമ്പര്യം. ചങ്ങനാശ്ശേരിയിലെ ആദ്യത്തെ 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണശാല. ഉയർന്നുവരുന്ന സ്വർണ്ണവിലയ്ക്ക് ആശ്വാസമായി സ്വപ്ന ജ്വല്ലറി ഒരുക്കുന്നു സ്വപ്നനിധി സ്വർണ്ണ സമ്പാദ്യ പദ്ധതി. തവണകളായി അടയ്ക്കുന്ന തുക അതാത് ദിവസത്തെ സ്വർണ്ണവിലയിലേക്ക് മാറ്റി നിശ്ചയിക്കുന്നതിനാൽ പിന്നീടുണ്ടാകുന്ന വിലവർദ്ധനവ് നിങ്ങളെ ബാധിക്കുന്നില്ല. 250 രൂപ മുതൽ വരുന്ന 18 തവണകളാണ് സ്വപ്നനിധിക്കുള്ളത്. സ്വപ്ന ജ്വല്ലറി, സ്വപ്ന ബിൽഡിംഗ്, ചങ്ങനാശ്ശേരി. എന്റെ മോഹനേട്ടാ, എളുപ്പ വഴികളും കുറുക്കു വഴികളും നോക്കി പോകുമ്പോഴാ നമ്മളെ ആരെങ്കിലും പറ്റിക്കണത്. എന്നെ ഇന്നേവരാരെങ്കിലും പറ്റിച്ചിട്ടുണ്ടോ? കാരണം എന്താ? എനിക്ക് ബുദ്ധിയുണ്ട്. അനു തിരക്കിലായിരിക്കുമല്ലേ? അതെ. അനുവിനെ കഴിഞ്ഞ ആഴ്ച ആലപ്പുഴയിലെ മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയിൽ നിൽക്കുന്നത് കണ്ടിരുന്നല്ലോ. അതെ, ഞാൻ അവിടെ നിന്നാണ് സ്വർണ്ണാഭരണങ്ങൾ വാങ്ങാറുള്ളത്. അതെന്താ, മറ്റൊരുപാട് ജുവലറികൾ അവിടെ ഉണ്ടല്ലോ, പിന്നെന്താ മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയിൽ നിന്ന് തന്നെ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുന്നത്? അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. ഗുണമേന്മയിലും വിശ്വസ്തതയിലും 2 പതിറ്റാണ്ടിന്റെ പാരമ്പര്യമുള്ള മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയിലെ ഏറ്റവും ചെറിയ ആഭരണങ്ങളിൽ പോലും 916 BAS ഹോൾമാർക്ക് മുദ്ര ഉറപ്പുവരുത്തുന്നു. ആരുടെയും സങ്കല്പത്തിന് അനുയോജ്യമായ വ്യത്യസ്തതരം ഡിസൈൻസ്. അങ്ങനെയാകുമ്പോൾ പണിക്കൂലി കൂടുതലായിരിക്കും അല്ലേ? ഏറ്റവും കുറഞ്ഞ പണിക്കൂലി മാത്രമല്ല, 916 BAS ഹോൾമാർക്കഡ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ കുറവ് വരുന്നില്ല. അപ്പോൾ ശരിക്കും ഹീറോ മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയാണല്ലേ? അത് പിന്നെ പറയാനുണ്ടോ? 100% BIS ഹോൾമാർക്കഡ് സ്വർണ്ണാഭരണങ്ങൾ വിൽക്കുന്ന സ്വർണ്ണാഭരണശാല പ്രിൻസ് ജുവലറി, മുല്ലയ്ക്കൽ, ആലപ്പുഴ. വാർത്തകൾ തുടരുന്നു. ചാവറ കുര്യാക്കോസ് ഏലിയാസച്ചനെ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തുന്ന സാഹചര്യത്തിൽ ജന്മസ്ഥലമായ കൈനകരിയെ ദേശീയ തീർത്ഥാടന കേന്ദ്രമായി പ്രഖ്യാപിക്കണമെന്ന് പിതൃവേദി മാതൃ ജോസ് കുട്ടനാട് മേഖലാ സമിതി ആവശ്യപ്പെട്ടു. കാവാലം PZ ജോസഫ് ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ പേരന്റ്സ് ഡേ, യുദ്ധവിരുദ്ധ ദിനം, ഫ്ലവർ ജൂബിലി ആഘോഷം, ക്യാൻസർ കെയർ ലൈഫ് പദ്ധതി ഉദ്ഘാടനം എന്നിവ നടന്നു. സ്വാതന്ത്ര്യം നേടി 67 വർഷം പിന്നിടുമ്പോൾ ലോകത്തിന്റെ പല കോണുകളിൽ നിന്നും അശാന്തിയുടെ വാർത്തകളാണ് കേൾക്കുന്നത്. അവയൊക്കെ പലവിധത്തിൽ നമ്മെ വേദനിപ്പിക്കുന്നതുമാണ്. 1ാം ലോക മഹായുദ്ധത്തിന്റെ 100ാം വാർഷികം ആചരിക്കുന്ന വേളയിൽ മാനവരാശിയെ ഹനിക്കുന്ന എല്ലാ യുദ്ധങ്ങൾക്കെതിരെയും നാം പ്രതികരിക്കണമെന്ന് പദ്ധതി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അവയവദാന പ്രവർത്തകൻ കുര്യൻ തൂമ്പുകൽ പറഞ്ഞു. ഈ പ്രദേശത്തെ ജനങ്ങളുടെ സാമൂഹിക, സാംസ്കാരിക, ആരോഗ്യപരമായിട്ടുള്ള ചുറ്റുപാടുകൾ, അതിൽ നിന്നുകൊണ്ട് അവരെ കഴിയുന്നത്ര സഹായിക്കുവാനുള്ള പ്രവർത്തനങ്ങളിലാണ് PZ ഫൗണ്ടേഷൻ ഇടപെട്ടിരിക്കുന്നത് എന്നറിയുമ്പോൾ, ഇവിടെ വന്നപ്പോൾ അത് അറിയുവാൻ സാധിച്ചു. ഏറെ സന്തോഷം തോന്നുകയാണ്. പ്രിയപ്പെട്ടവരെ, ആദ്യമായി തന്നെ ഇതിന്റെ സംഘാടകർക്ക് എല്ലാവിധ ഭാവുകങ്ങളും ആശംസകളും നേരുകയാണ്. അഡ്വക്കേറ്റ് റോജോ ജോസഫ് അധ്യക്ഷനായി. പ്രൊഫസർ ചെറിയാൻ ഫിലിപ്പ് വാരിക്കാട് മുഖ്യപ്രഭാഷണം നടത്തി. ജോഷി ആപ്പീസിൽ, സണ്ണി അറയ്ക്കൽ, ഓമനക്കുട്ടൻ ജനാർദ്ദനൻ, ആഗ്നസ് സാലീസ് തുടങ്ങിയവർ സംസാരിച്ചു. വൈദ്യുതി ചാർജ് വർദ്ധിപ്പിച്ചതിൽ പ്രതിഷേധിച്ച് ആലപ്പുഴ വൈദ്യുതി ഭവന് മുന്നിൽ NCP നേതൃത്വത്തിൽ ധർണ നടത്തി. NCP ജില്ലാ പ്രസിഡന്റ് ജോസ് കാവനാട് ധർണ ഉദ്ഘാടനം ചെയ്തു. ഈ ഗവൺമെന്റിന്റെ ചിത്രമ നയമാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. BPL-കാരന് വർദ്ധിപ്പിക്കുന്നത് എത്രയാണ്? എന്തിന് BPL-കാരന് വർദ്ധിപ്പിക്കുന്നു? കാർഡുകളെ അടിസ്ഥാനമാക്കി നമ്മൾ നോക്കിക്കോ. ദരിദ്രരേഖയ്ക്ക് താഴെയുള്ളവർക്ക് എന്തിനൊരു വർധനമുണ്ടാക്കുന്ന ഈ ഗവൺമെന്റ് ആരെ സഹായിക്കുന്നു എന്നാണ് പറയുന്നത്? പൊതുജനങ്ങളെ സഹായിക്കുന്നു എന്ന് പറയുവാൻ സാധിക്കുമോ? ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മിറ്റി
അവർ കരാറുകാരെ കുറ്റപ്പെടുത്തുന്നു. കരാറുകാരെ കരണ്ട് കൊടുക്കുന്നതിന് വേണ്ടിയുള്ള അവരുടെ നയങ്ങളും തത്വങ്ങളും നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. റെഗുലേറ്ററി കമ്മിറ്റി തീരുമാനിച്ചതോടെ പുറത്തുനിന്ന് കരണ്ട് 5 രൂപ ജനങ്ങൾക്ക് എടുക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായത്. NCP സംസ്ഥാന കമ്മിറ്റി അംഗം N. സന്തോഷ് കുമാർ അധ്യക്ഷനായി. സംസ്ഥാന ജനറൽ സെക്രട്ടറി സുൽഫിക്കർ മയൂരി, R. രാജൻ, സുജിത്, റഹ്മാനി, ഷീബ കാർത്തികേയൻ, ആലിസ് ജോസി തുടങ്ങിയവർ പങ്കെടുത്തു. നവഭാരത് ചിൽഡ്രൻസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ സ്വാതന്ത്ര്യദിനാഘോഷം സംഘടിപ്പിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം K. ഗോപകുമാർ ദേശീയ പതാക ഉയർത്തിയതോടെയാണ് ചടങ്ങുകൾക്ക് തുടക്കമായത്. സ്വാതന്ത്ര്യദിന റാലിയും വിമുക്ത ഭടനെ ആദരിക്കൽ ചടങ്ങും നടന്നു. കുട്ടികൾക്കായി കിഡ്സ് മത്സരവും വിവിധ കലാപരിപാടികളും സംഘടിപ്പിച്ചു. ഇനി ചരമവാർത്തകൾ. പച്ച ചെക്കടിക്കാട് ഇലഞ്ഞിപ്പറമ്പിൽ കരിക്കമ്പള്ളിയിൽ ജെയിംസ് ജോസഫ് നിര്യാതനായി. 78 വയസ്സായിരുന്നു. സംസ്കാരം ഞായറാഴ്ച 3-ന് പച്ച ലൂർദ് മാതാ ദേവാലയ സെമിത്തേരിയിൽ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മങ്കൊമ്പിൽ സ്കൂൾ കെട്ടിടം തകർന്നു വീണു. വൻ അപകടം ഒഴിവായത് തലനാരിഴയ്ക്ക്. ആതുര സേവന രംഗത്ത് പുത്തൻ ഉണർവേകി ആലപ്പുഴ ദന്തൽ കോളേജ് ഉദ്ഘാടനം മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി നിർവഹിച്ചു. സ്വന്തം റോഡിന് ജന്മനാടിന്റെ ആദരാഞ്ജലി. കണ്ണാടി SNDP റോഡിന് നാട്ടുകാരുടെ വക വിലാപയാത്ര. ചങ്ങനാശ്ശേരി റവന്യൂ ടവർ കോമ്പൗണ്ടിൽ വാഹനങ്ങൾക്ക് പാർക്കിംഗ് ഫീസ് ഏർപ്പെടുത്തിയ ഹൌസിംഗ് ബോർഡ് തീരുമാനത്തിൽ വ്യാപക പ്രതിഷേധം. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.